തൻ്റെ മുൻപിൽ സേവ്യർ എറിഞ്ഞ് ഫ്ലവർ വേസ് പൊട്ടി തകർന്നതും ആമി ഭയത്തോടെ തല ഉയർത്തി നോക്കി. അവളുടെ മുൻപിൽ ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന സേവ്യർ. ചുവന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ സംസാരിച്ചു തുടങ്ങി. ആമി എന്താ പറഞ്ഞത്? യാദവിന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഞാനെന്നോ? എന്നാൽ ആമി ചെവി തുറന്ന് കേട്ടോളൂ. ഈ ജോലിക്കാരന് വേണ്ടി യാദവ് എന്ന ബിസിനസ്മാന് കഴിഞ്ഞൊരാഴ്ച തൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ഹോസ്പിറ്റൽ രാപ്പകൽ കൂട്ടുകിടന്നിട്ടുണ്ട്, ഒരു സഹോദരൻ്റെ കരുതലോടെ. ആമിക്കോ? എന്തിന്? ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയാത്തൊരു യാദവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ കാരുണ്യത്തിൽ കഴിയുന്ന ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളുണ്ട്. അവർക്കവൻ മികച്ച വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. മക്കൾ ഉപേക്ഷിച്ച പ്രായമായ അമ്മമാരും അസുഖം മൂലം തളർന്നു കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുമുണ്ട്. അവർക്കവൻ മികച്ച ചികിത്സ നൽകുന്നുണ്ട്. അവൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു പങ്കവൻ ചിലവഴിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. പക്ഷേ ആർക്കും അവനാണത് ചെയ്യുന്നത് എന്നറിയില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല അവനൊന്നും ചെയ്യുന്നത്. അവന് വേണ്ടിയാണ്, അവൻ്റെ മനസ്സാക്ഷിക്ക് വേണ്ടി. ആമിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവൻ ദുഷ്ടനും ക്രൂരനും മനസ്സാക്ഷിയില്ലാത്തവനുമൊക്കെയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ മനസ്സും ആ മനസ്സിലെ തീരാത്ത വേദനയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആമിക്ക് തൻ്റെ ജീവിതം തകർത്ത ദുഷ്ടനായ ക്രൂരനായ യാദവിനെ മാത്രമേ അറിയൂ. അതിനപ്പുറം മറ്റൊരു യാദവുണ്ട്. ഒരുപാട് വേദനകൾ നെഞ്ചിലേറ്റി നീറി കഴിയുന്നൊരു യാദവ്. ഭൂതകാലത്തിലെ മറക്കാൻ കഴിയാത്ത ഓർമ്മകളും മുറിപ്പെടുത്തുന്ന വേദനകളുമായി സ്വയം ഉള്ളിൽ ഉരുകിത്തീരുന്ന യാദവ്. അവൻ്റെ ജീവിതത്തിലെ വേദനകൾ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകളാണ് അവനെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്തത്. അവൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെയാകാൻ ഒരു പരിധിവരെ ആമിയുടെ അച്ഛനും ഒരു കാരണക്കാരനാണ്. ആമി അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതുതന്നെയാണ് സത്യം. സേവ്യൻ്റെ വാക്കുകൾ അവൾ ഞെട്ടലോടെ അവനെ തല ഉയർത്തി നോക്കി. അവളെ നോക്കിക്കൊണ്ട് സേവ്യർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഒരു നിമിഷം ആമി യാദവിന് ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്. അവനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിരുന്നു അവൻ്റെ കുട്ടിക്കാലം. സ്നേഹവും വാത്സല്യവും ആവശ്യത്തിലേറെ പകർന്നു കൊടുക്കുന്ന അച്ഛനും അമ്മയും, സഹോദരൻ്റെ മകനായിട്ട് സ്വന്തം മകനെ പോലെ വാത്സല്യം കൊണ്ട് മൂടുന്ന ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും, സമ്പത്തും ഐശ്വര്യവും പ്രതാപവും നിറഞ്ഞ കുടുംബം. നാട്ടിലും വീട്ടിലും മറ്റുള്ളവർ ആരാധനയോടു കൂടി, അതിലുപരി ബഹുമാനത്തോടു കൂടെ, മതിപ്പോടു കൂടി കാണുന്ന അവൻ്റെ അച്ഛൻ, കുട്ടിക്കാലം മുതലേ കാളിയാർ മഠത്തിൽ മാധവമേനോൻ ദൈവമാണ് എന്ന് പറഞ്ഞു നടന്ന ആളുകൾ. ആമിയുടെ അച്ഛൻ്റെ ചതി മൂലം, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ, ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ കള്ളനെന്നും ചതിയനെന്നും മുദ്രകുത്തി. അന്ന് മാധവ സാറിൻ്റെ മൃതശരീരം ഈ അകത്തളത്തിൽ വെള്ള പൊതിച്ച് കിടത്തിയപ്പോൾ അന്നേ ദിവസം വരെ ദൈവം എന്ന് വാഴ്ത്തി പാടിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിലേക്ക് പുച്ഛത്തോടെയും വെറുപ്പോടെയുമാണ് നോക്കിയത്. അവജ്ഞതയോടെയാണെന്ന് പലരും മുഖം തിരിച്ചത്. അത്രയും വലിയ മനുഷ്യനെ കിട്ടേണ്ട യാത്രയപ്പായിരുന്നു അത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകളും സ്കൂളുകളും പണിതുകൊടുത്ത അദ്ദേഹത്തിന് ഇങ്ങനെയൊരു യാത്രയപ്പ് ലഭിക്കാൻ കാരണക്കാരൻ നിന്റെ അച്ഛനല്ലേ ആമി? അന്ന് അവൻ്റെ അച്ഛനെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തോട് കാണിച്ച അനാദരവ്, അതെല്ലാം കാണേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒടുവിൽ അമ്മ കൂടെ പോയപ്പോൾ അവൻ്റെ സമനില തെറ്റി. ആ 5 വയസ്സുകാരന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഭാരം അവൻ്റെ മനസ്സിന് ചുമക്കാനായില്ല. അതുകൊണ്ടാണ് ഭ്രാന്താശുപത്രിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവൻ തളക്കപ്പെട്ടത്. ആ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ചൊടികളിൽ ആരും പുഞ്ചിരി കണ്ടിട്ടില്ല, കണ്ണുകളിൽ സന്തോഷം കണ്ടിട്ടില്ല. നീ പറയുന്നുണ്ടല്ലോ ആമി, അവൻ നിന്റെ ജീവിതം തകർത്തു, നിന്റെ കുടുംബം തകർത്തു എന്ന്. അപ്പോൾ അവൻ്റെ ജീവിതം തകർത്ത നിന്റെ അച്ഛനോ? അയാൾ തകർത്തത് അവൻ്റെ കുടുംബവും സന്തോഷവും ബാല്യവും എന്തിന് ജീവിതവും കൂടിയാണ്. അന്ന് നിന്റെ അച്ഛൻ കാരണം കാളിയാർ മഠത്തിൻ്റെ അടിത്തറയാണ് ഇളക്കിയത്. എന്നിട്ടും ഇന്നും കാളിയാർ മഠം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ യദുവിനെ തങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ട്. നിനക്ക് വേണ്ടിയാണ് കാളിയാർ മഠം യാദവിനെ വീട്ടിലേക്കുള്ള പ്രവേശനം പോലും നിരസിച്ചത്. തൻ്റെ അമർഷമുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു സേവ്യർ അത്രയും ആമിയോട് പറഞ്ഞത്. എന്നാൽ സേവ്യറിൻ്റെ ഓരോ വാക്കുകളും ആമിയുടെ ഉള്ളിൽ തറച്ചു കയറുകയാണ് ചെയ്യുന്നത്. അതെ, സത്യമാണ്. തൻ്റെ അച്ഛൻ ആ കുടുംബത്തോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ടും ഈ കുടുംബം ഇന്ന് നിൽക്കുന്നത് തന്നോടൊപ്പമാണ്.
അതും അവരുടെ തന്നെ രക്തത്തെ അവരിൽ നിന്നും അടർത്തി മാറ്റി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട്. പക്ഷേ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തനിക്ക് അയാളോട് ക്ഷമിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ ആമയ്ക്ക് ഒരുപാട് നേരം ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ടെൻഷനും നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പുകളും നോക്കി ഒന്ന് ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് സേവ്യർ വീണ്ടും ആമിയോട് സംസാരിച്ചു തുടങ്ങി. ഇതെല്ലാം പറഞ്ഞ് യാദവ് ആമിയോട് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയോ അതിനെ വില കുറച്ച് കാണുകയോ അല്ല ഞാൻ ചെയ്യുന്നത്. ആമിക്ക് യാദവിനെ വെറുക്കണമെങ്കിൽ വെറുക്കാം, അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം. അത് ആമിയുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ മുൻപിൽ വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് മോശമായൊരു വാക്ക് പോലും പറയരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ആമി പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ നന്ദിയുള്ള നായിയാണ് ഞാനെന്ന് കൂട്ടിക്കോളൂ. അതുകൊണ്ടായിരിക്കും എത്ര ക്രൂരനാണെങ്കിൽ കൂടി എൻ്റെ യജമാനനെ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്തത്. ശരി, നിങ്ങൾക്ക് അയാൾ വലുതായിരിക്കും, പക്ഷേ എനിക്ക് അയാൾ എൻ്റെ ജീവിതം തകർത്ത ക്രൂരനാണ്. സേവ്യറിനെ നോക്കി അത് പറയുമ്പോൾ ആമിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവളെ നോക്കി ശ്വാസം ആഞ്ഞെടുത്തു സേവ്യർ. ശരി, പക്ഷേ ആമി ഒരിക്കലും കുഞ്ഞിനെ അവൻ്റെ അച്ഛനിൽ നിന്ന് അകറ്റില്ല എന്ന് കരുതുന്നു. ആമിക്ക് യാദവ് ഒരു നല്ല ഭർത്താവല്ലായിരിക്കും, പക്ഷേ ആ കുഞ്ഞിന് അവനൊരു നല്ല അച്ഛനായിരിക്കും എന്ന് മറ്റാരെക്കാളും എനിക്ക് ഉറപ്പാണ്. അവന് കിട്ടാതെ പോയ സ്നേഹവും വാത്സല്യവും അവൻ ആ കുഞ്ഞിന് പകർന്നു കൊടുക്കും. യാദവിൻ്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്ന പഴയ യതുണ്ട്. അവന് മറ്റാരെക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കാൻ അറിയാം, സ്നേഹിക്കാൻ മാത്രം. അത് പതിയെ ആമിയും തിരിച്ചറിയും. അവൻ്റെ വാക്കുകൾ അവളിൽ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയതും സേവ്യറിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആമി അവിടെ നിന്ന് പുറത്തേക്ക് പോയി. മറ്റൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. ആമി നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം സേവ്യർ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ശരിയാണ്, തൻ്റെ അച്ഛനാണ് എല്ലാത്തിനും കാരണം. അച്ഛൻ്റെ കാരണം അയാൾക്കുണ്ടായ നഷ്ടവും വലുതാണ്. പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു. മോളെ. ആമിക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി മുറിയിലേക്ക് കയറി വന്ന ചെറിയമ്മയുടെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ആരും കാണാതെ തൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു ആമി. അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്ന് തൻ്റെ കയ്യിലുള്ള ഓറഞ്ച് ജ്യൂസ് നിർബന്ധിച്ച് ആമിയെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു ആവണി ചെറിയമ്മ. അവൾക്ക് ജ്യൂസ് കൊടുത്ത് തിരിഞ്ഞു പോകാൻ നിന്ന ചെറിയമ്മയെ ആമി പുറകിൽ നിന്ന് വിളിച്ചു. ചെറിയമ്മേ, എന്താണ് മോളെ, എന്തെങ്കിലും വേണോ? ആമിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്ന് കരുതി അവളുടെ അടുത്തേക്ക് വന്ന് കരുതലോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആവണി ചെറിയമ്മ ചോദിച്ചതും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് എന്നാൽ അല്പം അടിച്ച് ആമി ചോദിച്ചു. ചെറിയമ്മേ, എനിക്ക് ജോലിക്ക് പോകാൻ. തന്നെ നോക്കി മടിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ അനുവാദം ചോദിക്കുന്ന ആമിയെ നോക്കിക്കൊണ്ട് ചെറിയമ്മ പറഞ്ഞു. മോള് കുറച്ച് ദിവസമായില്ലേ ജോലിക്ക് പോകാതെ മുറിയിൽ തന്നെ ഇരിക്കുന്നു. മോൾക്ക് അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് ചെറിയമ്മയ്ക്ക് അറിയാം. പക്ഷേ ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞതാ. എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താ വേണ്ട മോളെ, ഡോക്ടർ പറഞ്ഞിട്ട് ജോലിക്ക് പോകാം. അതുവരെ എൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അവളെ നോക്കി തലയിൽ തലോടിക്കൊണ്ട് അത് പറഞ്ഞതിന് ശേഷം ചെറിയമ്മ പുറത്തേക്ക് പോയി. ആമി പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. യാദവിൻ്റെ മുറിയോട് ചേർന്ന് വിശാലമായ ഒരു വലിയ ബാൽക്കണി തന്നെയുണ്ട്. ആമി പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് വെറുതെ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടു. മുറ്റത്തെ ഗാർഡനിൽ നിന്ന് അവളെ വന്ന് തലോടിയ കാറ്റിന് അവളുടെ തിളച്ചുമറിയുന്ന ഉള്ളം ശാന്തമാക്കാൻ കഴിവുണ്ട് എന്ന് തോന്നി അവൾക്ക്. ഏട്ടത്തി. ലച്ചുവിൻ്റെ വിളിയാണ് അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. തല തിരിച്ചു നോക്കിയാൽ ആമി കാണുന്നത് തന്നെ നോക്കി പ്രതീക്ഷയോടെ സേവ്യറിൻ്റെ മറുപടി എന്താണ് എന്നറിയാനായി നടന്നു വരുന്ന ലച്ചുവിനെയാണ്. ഒരു നിമിഷം അവളോട് എന്ത് മറുപടി പറയുമെന്നോർത്ത് ആമിയാകെ വല്ലാതെയായി. ഏട്ടത്തി ചായനോട് സംസാരിച്ചോ? ഈ ചായനെന്താ പറഞ്ഞേ? തന്നെ നോക്കി ആകാംക്ഷയോടെ വിടർന്ന കണ്ണുകളോടെ ചോദിക്കുന്ന ലച്ചുവിനെ കണ്ടതും ആമിക്ക് വല്ലാത്ത വേദന തോന്നി. സേവ്യറിൽ നിന്നും തനിക്ക് കിട്ടിയ മറുപടി അനുകൂലമല്ലെന്നറിഞ്ഞാൽ ഉറപ്പായും ലച്ചുവിന് സങ്കടമാകും. പക്ഷേ അവളോട് പറയാതിരിക്കാനും കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ലച്ചുവിനോട് പറയാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഞാൻ സംസാരിച്ചു, പക്ഷെ നിന്റെ പ്രണയം നിനക്ക് നേടിത്തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അവളെ നോക്കിക്കൊണ്ട് വേദനയോടെ ആമി പറഞ്ഞതും ഒരു നിമിഷം ആമിയുടെ വാക്കുകളിൽ ലച്ചു
ഞെട്ടിത്തരിച്ചു നിന്നെങ്കിലും പിന്നീട് ആമയിൽ നിന്ന് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ മറക്കാനായി ലച്ചു മുഖം താഴ്ത്തി നിന്നു. എനിക്ക് തോന്നി, സാരമില്ല ഏട്ടത്തി, എനിക്ക് വിഷമൊന്നുമില്ല. എന്നെയിൽ സ്നേഹിക്കാൻ മടിയുള്ളൂ, എനിക്ക് സ്നേഹിക്കാലോ, അത് തടയാൻ ആർക്കും അവകാശമില്ലല്ലോ എന്ന് പറയുന്നതിനോടൊപ്പം നിറഞ്ഞ കണ്ണുകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ലച്ചു ആ മുറി വിട്ട് പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ അവളിൽ നിന്ന് ചെറിയ തേങ്ങലുകളും ഉയർന്നു. ഒരു വേള അവളുടെ നിറഞ്ഞ കണ്ണുകളും ഇടറുന്ന വാക്കുകളും ആമിയെ വല്ലാതെ വേദനിപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ കാണുന്ന വേദന ആമിയെ വേട്ടയാടുന്നത് പോലെ തോന്നി. അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിരഹം ആമിയെ തളർത്തുന്നത് പോലെ തോന്നി. ലച്ചുവിൻ്റെ മനസ്സിൽ സേവ്യറിനുള്ള സ്ഥാനം എത്രത്തോളമാണെന്ന് തിരിച്ചറിഞ്ഞവളാണ് ആമി. അതുകൊണ്ടായിരിക്കും അവളുടെ കണ്ണുനീർ ആമിയെ പൊള്ളിക്കുന്നത്. ആ രാത്രി ബാൽക്കണിയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആമിയുടെ മനസ്സ് നിറയെ ലച്ചുവും സേവ്യറും മാത്രമാണ്. അന്ന് ആമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സ് മുഴുവൻ ലച്ചുവാണ്. അവളുടെ കണ്ണിൽ തിര തല്ലുന്ന സേവ്യറിനോടുള്ള പ്രണയമാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും സേവ്യറിനെയും ലച്ചുവിനെയും ഒന്നിപ്പിക്കണമെന്ന് ആമിക്ക് തോന്നി. ലച്ചുവിൻ്റെ ഉള്ളിൽ നിറയെ സേവ്യറാണ്. ഈ ജന്മം അയാളെ അല്ലാതെ മറ്റൊരാളെ അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഈ കാര്യത്തിൽ എന്തായാലും സേവ്യർ അനുകൂലമായൊരു തീരുമാനമെടുക്കില്ല. പിന്നെ താൻ തന്നെ ലച്ചുവിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹവും കരുതലും ഈ സമയത്തിനുള്ളിൽ പകർന്നു തന്നത് അവളാണ്. ആ അവൾക്ക് വേണ്ടി അവൾ തന്ന സ്നേഹത്തിന് പകരം അവളുടെ പ്രണയം അവൾക്ക് നേടിക്കൊടുക്കണം എന്ന് ആമിക്ക് തോന്നി. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അന്ന് ആമിയെ നിദ്രയെ പുൽകി. ഇതേ സമയം മറ്റൊരു മുറിയിൽ സേവ്യറിനെ കുറിച്ചോർത്ത് കണ്ണീർ വാർക്കുകയായിരുന്നു ലച്ചു. എപ്പോഴും യാദവിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന അവനോട് അടുക്കാൻ ശ്രമിക്കുന്ന സേവ്യറിനെ എപ്പോഴും താൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എപ്പോഴും ആണ് സേവ്യർ അവളുടെ മനസ്സിൽ കടന്നുകൂടിയത്. അന്ന് മുതൽ ഇന്ന് വരെ തൻ്റെ മനസ്സ് നിറയെ ആ വ്യക്തിയാണ്. പണ്ട് അമ്മ വാരിക്കൊടുക്കുന്ന ചോറ് കഴിക്കുമ്പോൾ ആരും കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിയ സേവ്യറിൻ്റെ ആ കുഞ്ഞുമുഖം ഇന്നും തനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ രാത്രി തൻ്റെ ഉള്ളിലെ സങ്കടം ആ മുറിയിൽ പെയ്തു തീർക്കുമ്പോൾ അത് ആരും അറിയാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരു മുറിക്കപ്പുറം അതേ ഹൃദയവേദന അനുഭവിക്കുന്ന സേവ്യറിനെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാലത്ത് ഉറക്കമുണർന്ന ഉടനെ ആമി നേരെ ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ നേരെ താഴേക്ക് പോയി. കാലത്ത് തന്നെ ഹാളിലുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുകയാണ് രവിവർമ്മ. അദ്ദേഹത്തിനടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. കപ്പിലേക്ക് മുത്തശ്ശി ചായ പകർത്തിക്കൊണ്ട് മുത്തശ്ശന് നേരെ നീട്ടി. അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചായ വാങ്ങി കുടിച്ചു. അത് കണ്ടുകൊണ്ടാണ് ആമി മുകളിൽ നിന്നും താഴേക്ക് വന്നത്. ഹാളിലിരിക്കുന്ന മുത്തശ്ശിയെയും മുത്തശ്ശനെയും നോക്കിക്കൊണ്ട് അവൾ അവർക്കടുത്തേക്ക് നടന്നു. ഇന്നെന്തായാലും സേവ്യറിനെയും ലച്ചുവിനെയും കുറിച്ച് അവരോട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആമി അവരുടെ അടുത്തേക്ക് പോയി. ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങി. മുത്തശ്ശ. ആമിയുടെ ശബ്ദം കേട്ടതും അതുവരെ പത്രം വായിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ പത്രത്തിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി. ആ മോളോ? എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത്? തന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ വിളിക്കുന്ന മുത്തശ്ശനെ കണ്ടതും അവളിൽ വല്ലാത്തൊരു ധൈര്യം വന്നു നിറഞ്ഞു. ഒന്ന് ചിരിച്ചുകൊണ്ട് ആമി മുത്തശ്ശനടുത്തേക്ക് പോയി. മുത്തശ്ശ, എനിക്കൊരു കാര്യം. അല്പം മടിച്ചുകൊണ്ടാണ് ആമി സംസാരിച്ചു തുടങ്ങിയത്. എന്താണെങ്കിലും മോള് മടിക്കാതെ പറയേ. അവളെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞതും ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അത് പറയാൻ അവൾ തീരുമാനിച്ചു. മുത്തശ്ശ, അത് ലച്ചുവിന് സേവ്യറിനോട് ഇഷ്ടമാണ്. പക്ഷെ സേവ്യർ ഈ കുടുംബത്തോടുള്ള കടപ്പാടിൻ്റെ പേരിൽ അവളെ സ്വീകരിക്കില്ലെന്നാണ് സേവ്യർ പറയുന്നത്. ലച്ചു ആകെ തകർന്നിരിക്കുക. മുത്തശ്ശൻ അവളുടെ ആഗ്രഹം നടത്തി കൊടുത്തൂടെ? അവൾക്ക് വേണ്ടി സേവ്യറിനോട് സംസാരിച്ചൂടെ? ഒറ്റ ശ്വാസത്തിലാണ് ആമി അത്രയും പറഞ്ഞു നിർത്തിയത്. അപ്പോഴും അവൾക്ക് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം വന്നില്ല. താൻ പറഞ്ഞത് അവിവേകമായോ എന്ന് പോലും ആമിക്ക് തോന്നി. മുത്തശ്ശനോട് ഈ കാര്യം പറയുന്നതിന് മുൻപ് സേവ്യറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കണമായിരുന്നു എന്ന് തോന്നി അവൾക്ക്. പക്ഷേ ഇനിയും ഇങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയതും ആമി പതിയെ തൻ്റെ മുഖം ഉയർത്തി മുത്തശ്ശനെ നോക്കി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖം അവളെ അത്ഭുതപ്പെടുത്തി. ചെറിയ ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന മുത്തശ്ശൻ. മുത്തശ്ശ. ആമി എന്തെങ്കിലും പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപ് മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങി. 5 വർഷങ്ങൾക്ക് മുൻപേ ലച്ചുവിന് വേണ്ടി ഞങ്ങളല്ല, ഏതു കണ്ടെത്തിയ വരനാണ് സേവ്യർ. ഒരു നിമിഷം മുത്തശ്ശൻ്റെ വാക്കുകളിൽ ആമി ആകെ ഞെട്ടി നിന്നു.
അവൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കണ്ണുകൾ വിടർന്നു. എന്താ? തന്നെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന ആമയെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ സംസാരിച്ചു. ലച്ചുവിന് സേവ്യറിനോടുള്ള ഇഷ്ടവും സേവ്യറിന് ലച്ചുവിനോടുള്ള ഇഷ്ടവും അവർക്ക് മുൻപേ തിരിച്ചറിഞ്ഞത് അവനാണ്, യദു. അവരെ മറ്റാരേക്കാളും മനസ്സിലാക്കിയവൻ. അതുകൊണ്ടാണ് ലച്ചുവിന് വേണ്ടി സേവ്യർ അല്ലാതെ മറ്റൊരാളെയും കണ്ടുപിടിക്കരുത് എന്ന് അവൻ വാശി പിടിച്ചത്. ലച്ചുവിന് വേണ്ടി അവനെ തിരഞ്ഞെടുത്തതും.